today we mathematics optional discussing about underachievers. So we all know that they are come under exception learners. So നമ്മൾ ആരെയാണ് exception learners എന്ന് പറയുന്നത്? So exception learners are students whose learning needs differ significantly from majority. എന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികളിൽ നിന്ന് ഇവരുടെ പഠന കാര്യങ്ങൾ എന്താണ് അവരിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. So they need specialized support and care. അവർക്ക് മറ്റുള്ളവരെക്കാൾ എന്തോ ഒരു പ്രത്യേക സപ്പോർട്ട് ആൻഡ് കെയർ വേണം അവരുടെ പഠന കാര്യങ്ങൾക്ക്. So the underachievers come under them. So we know that if every class has students who are capable of doing better than their current performance, നമ്മൾ ഏത് ക്ലാസ് എടുക്കാൻ നമ്മൾ പല സ്റ്റുഡൻസിനെ കാണുന്നതാണ്. അപ്പോൾ ചില സ്റ്റുഡൻസ് നമുക്ക് അവർ പെർഫോമൻസ് അവരിപ്പോൾ കറൻ്റ് അവർ ചെയ്യുന്ന അവരുടെ പഠിത്തത്തിൽ അവരുടെ പെർഫോമൻസിനേക്കാൾ അവർക്ക് കൂടുതൽ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയും എബിലിറ്റിയും ഇൻ്റലിജൻസ് ഒക്കെ ഉള്ള മക്കളുണ്ടാവും. ബട്ട് സം റീസൺ ദേ ക്യാൻ റീച്ച് ദയർ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ്സ്. എന്തോ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് കഴിവുണ്ടായിട്ടും അതിനുള്ള ബുദ്ധി ഉണ്ടായിട്ടും അവർക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡേർഡിലോട്ട് അവർക്ക് എത്താൻ കഴിയുന്നില്ല. സോ വി കോൾ ദം ആർ underachievers. സോ വൈ സ്റ്റഡി അണ്ടർ അച്ചീവ്മെൻറ്റ്? എന്തുകൊണ്ടാണ് നമ്മൾ അണ്ടർ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് അറിയണമെന്ന് പറയുന്നത്? സോ ഫസ്റ്റ് വൺ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദീസ് കേപ്പബിൾ സ്റ്റുഡൻസ് അണ്ടർ പെർഫോം. നമുക്കറിയണം എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിവുള്ള മക്കൾ എന്തുകൊണ്ടാണ് അണ്ടർ പെർഫോം ആയി അവരുടെ പെർഫോമൻസ് കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കൽ ആവശ്യം. സെക്കൻഡ് വൺ ഈസ് ടു ഹെൽപ്പ് ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ടു ഐഡൻറ്റിഫൈ ദം. കാരണം ചിലപ്പോൾ ടീച്ചേഴ്സിന് അതേപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഇങ്ങനെയുള്ള മക്കളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല തൻ്റെ മക്കൾക്ക് ഇങ്ങനെ പ്രശ്നമുള്ളതായിട്ട്. സോ ടു ഹെൽപ്പ് ദം അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ടു ഐഡൻറ്റിഫൈ ആൻഡ് സപ്പോർട്ട് അവരൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയും അങ്ങനെയുള്ള മക്കൾ തിരിച്ചറിയാൻ വേണ്ടിയും അവർക്ക് അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് നൽകാൻ വേണ്ടിയും നമുക്ക് ടീച്ചേഴ്സിനെയും പാരൻസിനെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ടു ഹെൽപ്പ് ദീസ് ലേണേഴ്സ്. ടു ഹെൽപ്പ് ദീസ് സ്റ്റുഡൻസ് ഇങ്ങനെയുള്ള മക്കൾ എന്തിനാണ്? ടു ഹെൽപ്പ് ദം ടു റീച്ച് ദയർ ഫുൾ പൊട്ടൻഷ്യൽ. അവരുടെ ആ ഫുൾ പൊട്ടൻഷ്യലിലോട്ട് എത്താൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. So we know that the underachievers are students who perform below their potential despite having average or above average abilities. So what are the reasons? എന്തുകൊണ്ടാവാം ഇവർക്ക് ഇങ്ങനെ കഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് അവർ പ്രതീക്ഷിച്ച ഒരു ഇതിലോട്ട് പെർഫോമൻസിലോട്ട് എത്താൻ പറ്റാതെ? സോ ദ റീസൺസ് മേ ബി മെനി. പല കാരണങ്ങളാവും. സം ഈസ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ചില മക്കൾക്ക് മോട്ടിവേഷൻ്റെ കുറവുകൊണ്ടായിരിക്കാം അവർ പഠന കാര്യങ്ങൾ അവരൊന്ന് പിന്നോട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് വൺ ഇൻ സം എൻവറോൺമെൻറ്റൽ പ്രോബ്ലം. ചില എൻവറോൺമെൻറ്റൽ കാര്യങ്ങൾ അവരെ ബാധിച്ചേക്കാം. ആൻഡ് സം ടൈം ഇറ്റ് ഈസ് അൺറെക്കഗ്നൈസ്ഡ് ഇഷ്യൂസ്. ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്തുകൊണ്ടാണ്, കാരണം നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള പല ഇഷ്യൂസ് കൊണ്ടാണ് ഇങ്ങനെ അണ്ടർ അച്ചീവേഴ്സിൻ്റെ റീസൺസ് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദം. എങ്ങനെയുള്ള മക്കളാണ് നമുക്കറിയണം. നമ്മൾ പഠിപ്പിക്കുന്ന മക്കളിൽ എങ്ങനെ നമുക്ക് അവർ തിരിച്ചറിയാൻ കഴിയും ദേ ആർ അണ്ടർ അച്ചീവേഴ്സ്. സോ ഫസ്റ്റ് വൺ ഈസ് കമ്പയർ ദ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് സ്കോർ വിത്ത് അക്കാദമിക് റിസൾട്ട്. അവരുടെ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് സ്കോറും അതേപോലെ തന്നെ ഒരു കറൻറ്റ് അക്കാദമിക് റിസൾട്ടും കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ഡിഫറൻസ് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ടീച്ചേഴ്സിന് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇവർ ഇങ്ങനെ ഒരു കാറ്റഗറി ഉള്ളവരാണെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വൺ ഈസ് ടീച്ചർ ഒബ്സർവേഷൻ. മെയിനായിട്ട് സ്കൂൾ പഠിക്കുന്ന ടീച്ചേഴ്സിന് ഇത് പെട്ടെന്ന് അറിയാൻ കഴിയും. കാരണം സ്റ്റുഡൻസിൻ്റെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് വർക്ക്. എന്താ വെച്ചാൽ അവർ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് ടീച്ചേഴ്സിന് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും വർക്ക് കൊടുത്താൽ ഇൻകംപ്ലീറ്റ് വർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ഷോ പെർഫോമൻസ് ഗ്യാപ്പ്. അത് നമ്മൾ പല ടെസ്റ്റ് നടക്കുമ്പോൾ അതിലൊരു പെർഫോമൻസിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് വൺ ഈസ് ഫീഡ്ബാക്ക് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് പാരൻസിനെ സ്വന്തം മക്കളെ ബിഹേവിയറിൽ നിന്ന് മനസ്സിലാവും. എന്തൊക്കെയോ അവർക്ക് താല്പര്യക്കുറവൊക്കെ ഉള്ളത് കാണുമ്പോൾ പാരൻസിന് പെട്ടെന്ന് ക്യാച്ച് ആവും. അതേപോലെ തന്നെ ഒപ്പം പഠിക്കുന്ന പിയർ ഗ്രൂപ്പോ ഒപ്പം പഠിക്കുന്ന ഫ്രണ്ട്സിന് പെട്ടെന്ന് മനസ്സിലാവാൻ കഴിയും ഇങ്ങനൊരു പ്രശ്നമുണ്ട് തൻ്റെ ഫ്രണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്കത് വേഗം ക്യാച്ച് ചെയ്യാൻ കഴിയും. ആൻഡ് മെയിൻ തിങ് ഇസ് ബിഹേവിയറൽ സയൻസ്. ഇവർ കാണിക്കുന്ന പെരുമാറ്റ രീതി തന്നെയാണ്. അതിലൊന്നാണ് പ്രോക്രാസ്റ്റിനേഷൻ. എന്ന് വെച്ചാൽ എന്ത് വർക്ക് കൊടുത്താലും അത് അപ്പം ചെയ്ത് തീർക്കുക. പിന്നെ അതങ്ങ് മാറ്റി വെക്കുക. പിന്നെ ചെയ്യാം എന്നുള്ളൊരിതിൽ അതങ്ങ് മാറ്റി വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മക്കൾ മെയിൻ ഒരു സിംറ്റമാണത്. നെക്സ്റ്റ് വൺ ഈസ് ഡിസിൻട്രസ്റ്റ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ താല്പര്യമില്ലായ്മ. അവർക്ക് പഠിത്ത കാര്യത്തിൽ താല്പര്യമില്ല. ക്ലാസ് പഠിപ്പിക്കുമ്പോൾ അതിലൊന്നും ഇൻട്രസ്റ്റ് കാണിക്കാതെ വെക്കുമ്പോൾ. സോ ഈ ഇങ്ങനെയൊക്കെ ക്യാരക്ടേഴ്സുള്ള മക്കളെ നമുക്ക് അവർ അണ്ടർ അച്ചീവേഴ്സാണ്. അവരിതിൽ ഈ ബിഹേവിയർ സയൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും.
ആരാണ് അണ്ടർ അച്ചീവേഴ്സ് എന്നും അവരെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അണ്ടർ അച്ചീവേഴ്സ് എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ആളുകൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ട്രേറ്റ്സ് എന്താണ്, അവരുടെ ബിഹേവിയർ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേ ഹാവ് ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസ് ആൻഡ് ലാക്ക് ഓഫ് എഫേർട്ട്. അതായത് അവരുടെ ഒരു അക്കാദമിക് ഗ്രാഫ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ചില സമയത്ത് അവർ വളരെ പൂവർ ആയിട്ടുള്ള രീതിയിലായിരിക്കും പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക, ചില സമയത്ത് വളരെ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവർ പെർഫോം ചെയ്യും, ചില സമയത്ത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ രീതിയിലായിരിക്കും പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് അവരുടെ ഒരു അക്കാദമിക് ഗ്രാഫ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് എഫേർട്ട്. അവരുടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ എഫേർട്ട് അവർ ഒരിക്കലും കൊടുക്കുന്നുണ്ടായിരിക്കില്ല. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ ആൻഡ് അവോയ്ഡൻസ് ഓഫ് ചാലഞ്ചസ്. അതായത് ഒരു ടാസ്ക് നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെപ്പോഴും അത് അവസാനത്തേക്ക് മാറ്റിവെക്കും, അതിങ്ങനെ ഡിലേ ചെയ്ത് കൊണ്ടുപോകും. ആൻഡ് അവോയ്ഡൻസ് ഓഫ് ചാലഞ്ചസ്, അതായത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്സ് നമ്മൾ അസൈൻ ചെയ്യുന്ന സമയത്ത് അവരത് ഏറ്റെടുക്കാൻ പലപ്പോഴും തയ്യാറാകില്ല. ഇറ്റ് മേ ബി ബിക്കോസ് ദേ ഫിയർ ഫെയിലർ, അതുകൊണ്ടായിരിക്കാം പ്രധാനമായിട്ടും. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ഫിയർ ഓഫ് ഫെയിലർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടെ തന്നെ എബിലിറ്റീസിൽ ഡൗട്ട് ഉണ്ടായിരിക്കും. അവർ മിസ്റ്റേക്സ് വരുമോ എന്ന് പേടിച്ചിട്ട് കാര്യങ്ങൾ പലതും ഏറ്റെടുക്കാൻ വേണ്ടി മടിക്കും. അതുപോലെ തന്നെ തോറ്റുപോകുമോ എന്നുള്ള ഭയം അവരിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ദെൻ നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രാക്റ്റബിലിറ്റി ആൻഡ് പുവർ സ്റ്റഡി ഹാബിറ്റ്സ്. അതായത് ഒരേ സമയം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ അവരെ കൊണ്ട് പലപ്പോഴും പറ്റാറില്ല. അവർ പെട്ടെന്ന് ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആകും. അതുപോലെ തന്നെ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഹാബിറ്റ്സ് അവർക്ക് പലപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ അഞ്ചാമത്തെ കാര്യം പൊട്ടൻഷ്യൽ ഫോർ ഹൈ അച്ചീവ്മെൻറ്റ് വെൻ മോട്ടിവേറ്റഡ്. അതായത് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എൻകറേജ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മോട്ടിവേഷൻസ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ട്രൂ പൊട്ടൻഷ്യൽ എപ്പോഴും പുറത്ത് വരുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവരൊരു കാര്യത്തിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആയി അല്ലെങ്കിൽ അവരൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്രയാണ് അവരുടെ മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നൗ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ്, അതായത് എങ്ങനെയാണ് ടീച്ചേഴ്സിനും സ്കൂൾസിനൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം കൗൺസിലിംഗ് ടു അഡ്രസ് മോട്ടിവേഷണൽ ബാരിയേഴ്സ്. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമോഷണൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് അവരുടെ ഫിയർ, സ്ട്രെസ്സ്, അതുപോലെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, അതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കുറവ്, ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഗോൾ സെറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ട്രെയിനിങ്. അതായത് എങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെൽ സെറ്റഡ് ആയിട്ടുള്ള ഒരു ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യം, എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ള കാര്യം അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. മൂന്നാമത്തെ കാര്യം ഫ്ലെക്സിബിൾ അസൈൻമെൻറ്റ്സ് വിത്ത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്. അതായത് റിയൽ വേൾഡിലോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ സ്റ്റഡി മെത്തേഡ്സുകളെ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു അസൈൻമെൻറ്റ്സുകൾ, ടാസ്കുകളൊക്കെ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അതിലൂടെ മിയർ സ്റ്റഡീസ് എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത് എന്നുള്ള കാര്യം അവരുടെ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. ദെൻ നാലാമത്തത് പാരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് മെൻറ്ററിങ്. ഓഫ് കോഴ്സ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. പാരൻസിൻ്റെയും അതുപോലെ തന്നെ മെൻറ്റേഴ്സിൻ്റെയും അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസിലൂടെ അവരെ നമുക്ക് ഒരുപാട് സഹായിക്കാൻ വേണ്ടി പറ്റും. അതായത് പാരൻസിനും മെൻറ്റേഴ്സിനൊക്കെ അവരെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യാൻ, അതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഗൈഡ് ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കും. ദെൻ അടുത്തതാണ് റിവാർഡ് സിസ്റ്റംസ് ടു ബിൽഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അതായത് അവരൊരു കാര്യത്തിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് അവരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രൈസസ് കൊടുക്കുക, അല്ലെങ്കിൽ അവാർഡ്സുകൾ കൊടുക്കുക, തുടങ്ങിയ കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് അവരുടെ മോട്ടിവേഷൻ കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ദെൻ ഇൻ കൺക്ലൂഷൻ നമുക്ക് എങ്ങനെ പറയാം, അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് എബിലിറ്റീസ് ഇല്ലാത്ത കുട്ടികളല്ല, കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന കുട്ടികളാണ്. അപ്പോൾ അവരിൽ ഒരു പ്രോപ്പർ ഗൈഡൻസിലൂടെയും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്, മോട്ടിവേഷൻ കാര്യങ്ങൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവരെ ട്രൂ ആയിട്ടുള്ള അച്ചീവേഴ്സ് ആക്കി വേണ്ടി മാറ്റാൻ വേണ്ടി പറ്റും. അവർക്ക് സക്സീഡ് ചെയ്യാനുള്ള കഴിവുകളുണ്ട്, പക്ഷേ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ മോട്ടിവേഷനും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഏത് കാര്യങ്ങളും ഏർലി ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ കേസിലും ഏർലി ഐഡൻറ്റിഫിക്കേഷൻ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നതിലൂടെ അവരുടെ ഒരു പൊട്ടൻഷ്യലും അവരുടെ പെർഫോമൻസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നമുക്ക് വളരെയധികം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആൻഡ് ടീച്ചേഴ്സും ഓഫ് കോഴ്സ് പാരൻസുമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള റോൾ അവിടെ പ്ലേ ചെയ്യുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് ഒരു പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാനും ഇവർക്ക് രണ്ടുപേർക്കായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് പ്രോപ്പറായിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ് അതുപോലെ തന്നെ ഗൈഡൻസ്, എഫക്റ്റീവ് സ്ട്രാറ്റജീസിലൂടെ നമുക്ക് ഏതൊരു അണ്ടർ അച്ചീവറിനെയും ഒരു ട്രൂ അച്ചീവറായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത്രയാണ് ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. താങ്ക്